നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിശാൽ സർ, സർ ഇത് കുടിക്ക, ഞാൻ ഇപ്പൊ വരാം. താനിത് എവിടെ പോകുന്നു? എന്താടോ ഒരു വെപ്രാളവും പരവേശമൊക്കെ? അതൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്. എന്താടോ ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല കാര്യമാണോ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗാർഗിക്കൊരു പ്രത്യേകതയുള്ള ദിവസാ. ഞാൻ അവക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. ഞാനിപ്പോ വരാവേ. എന്ത് പ്രത്യേകത? അത് ഞാൻ കൂടി അറിയട്ടെ. അയ്യോ, എന്റെ പൊന്നു മോനിപ്പോ അതൊന്നും അറിയണ്ട. ഇതൊക്കെ ഞങ്ങള് പെണ്ണുങ്ങളുടെ കാര്യം. സാറിന് അതിപ്പോ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഓക്കേ, അറിയണ്ട. പ്രഭേച്ചി, ചേച്ചി എന്താ കിടക്കുന്നില്ലേ? നേരെ ഒത്തിരി ആയല്ലോ. ഉറക്കം വരുന്നില്ല സുശീലെ. മനസ്സിന് ഒരു സമാധാനവും ഇല്ല. എന്ത് ചിന്തിച്ചിട്ടാ ഇപ്പൊ ഈ സമാധാനക്കേട്? ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇപ്പൊ ആ പ്രതീക്ഷകൾക്കൊന്നും ഒരർത്ഥവും ഇല്ലാത്തതുപോലെ ഒരു തോന്നൽ. എത്ര തേനും പാലും ഊട്ടി വളർത്തിയാലും പോറ്റമ്മ എന്നും പോറ്റമ്മ തന്നെയാ. വിശാലിനെ ഞാൻ എങ്ങനെയാ വളർത്തിയത്? അവൻ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ അറിയിച്ചിട്ടുണ്ടോ? അവനോട് എന്തെങ്കിലും ഒരു വേർതിരിവ് ഞാൻ കാണിച്ചിട്ടുണ്ടോ സുശീലെ? സുശീലയ്ക്ക് അതൊക്കെ അറിയാലോ. അറിയാവുന്നത് സുശീല പറയൂ. ഏയ്, ഒരിക്കലുമില്ല. ഒരു കുറവും ഒരു വേർതിരിവും വിശാലിനോട് പ്രഭേച്ചി കാണിച്ചിട്ടില്ല. ചേച്ചി വിശാലിന് വേണ്ടി ചെയ്തത് വലിയ ത്യാഗം തന്നെയാ. ചേച്ചിയുടെ 2 മക്കളേക്കാൾ ചേച്ചി കൂടുതൽ സ്നേഹിച്ച് വളർത്തിയത് വിശാലിനെ തന്നെ ആയിരുന്നല്ലോ. എല്ലാം ശരി തന്നെയാ. പക്ഷെ സ്വത്തിന്റെ കാര്യത്തില് ഇങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് എനിക്കും എന്റെ മക്കൾക്കും ഒന്നും ഇല്ലാതായി പോവോ എന്നൊരു തോന്നൽ. സുശീലെ, വിപിനും വിനയനും കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം വിശാലിന് ജനിക്കുന്ന കുഞ്ഞിന് തന്നെ ആവില്ലേ? പിന്നെ എന്താ സുശീലെ ഞങ്ങൾക്കുള്ളത്? ഇതാലോചിച്ചാണോ ചേച്ചി കാട് കയറുന്നേ? ചേച്ചി വിശാല് നന്ദിയില്ലാത്തവനൊന്നുമല്ല. അവനൊരിക്കലും ചേച്ചിയെ മക്കളെ മറക്കുകയില്ല. ഗായത്രി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചേച്ചി അവനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്ക പരിഗണന അവൻ ചേച്ചിക്ക് തരും. ചേച്ചിക്കും മക്കൾക്കും ഒന്നുമില്ലാതാവുന്ന ഒരു സ്ഥിതി ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. എന്തായാലും ചേച്ചിയുടെ ഈ വിഷമം ഞാൻ ഗോപിയേട്ടനോടുകൂടി സംസാരിക്കാം. ഇപ്പൊ ചേച്ചി പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല് സുശീല, ചെല്ല്. ഞാൻ കിടന്നോളാം. എടീ, സ്വത്തുക്കൾ എനിക്ക് തന്നെ കിട്ടും. ആരെ കൊന്നിട്ടായാലും ഞാനത് നേടിയെടുത്തിരിക്കും. അതെന്റെ കയ്യിലേക്ക് കിട്ടിക്കോട്ടെ. അപ്പൊ കാണാം നിന്റെയും നിന്റെ ചേട്ടന്റെയും ഗതി. എന്തായാലും സ്വത്ത് കിട്ടുന്നത് വരെ നിന്റെ ഒരു പിന്തുണ എനിക്ക് ആവശ്യമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.